हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നമസ്തേ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പഴയ പോലെ അല്ല കേട്ടോ, പഴയ പോലെ അല്ല ഇൻ ദ സെൻസ് നമ്മൾ 10:30 മണി എന്ന് പറഞ്ഞാൽ 10:30 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് ഒരു 3-4 മണിക്കൂർ മുമ്പെയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, ഇന്ന ദിവസം ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം ഒന്ന് പക്കയായിട്ട് എല്ലാവരും നോട്ട് ചെയ്യണം. 10:30 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 10:30 മണിക്ക് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 സ്റ്റാർട്ട് ചെയ്യും വരെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടൈം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഇതുവരെ ഉണ്ടായിരുന്ന മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞു, എല്ലാം കേട്ടു, എല്ലാത്തിനും റിപ്ലൈ കൊടുത്തു. ഇനി കഴിവതും 2 ദിവസം, ഒരു ദിവസത്തിനുള്ളിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് മീനം 1 ആണ്. അപ്പോൾ ഒരു എന്താ പറയുക,
പുതിയൊരു മാസം, ആ പുതിയ മാസത്തിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വരുത്താൻ ശ്രമിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ഇന്നിൽ ആണ് ജീവിക്കുന്നത്, നാളെയെ നോക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. കൂടുതൽ നമ്മൾ മനസ്സിനെ പല പല ചിന്തകളിൽ കൊണ്ടുപോയിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലേക്ക് പോകരുത്. കുറെ കൂടി റിലാക്സ് ആവാൻ ശ്രമിക്കുക. എത്രത്തോളം മനസ്സ് റിലാക്സ് ആയിരിക്കുന്നു അത്രത്തോളം ആരോഗ്യം നമുക്ക് നന്നായിട്ടിരിക്കും. പിന്നെ കഴിയുന്നതും എല്ലാവരും എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക. നോൺ വെജ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എളുപ്പമല്ല എങ്കിലും കുറച്ചും കൂടെ നോൺ വെജിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഭാരതീയർക്ക് വെജിറ്റേറിയൻ ആണ് കുറച്ചും കൂടി നല്ലത്. എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭാരതീയർക്ക് ആ ഒരു ഭാരതീയ സംസ്കാരം അനുസരിച്ചും നമ്മുടെ ഹൈന്ദവ ഉയർച്ചയ്ക്കും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും നമുക്ക് വെജിറ്റേറിയൻ ആണ് നല്ലത്. എത്രത്തോളം വെജ് നമ്മൾ ശീലിക്കുന്നുവോ അത്രത്തോളം സാത്വികതയിൽ നമ്മൾ ഉയർന്നു വരും. സാത്വികത ഉയരുന്തോറും ഈശ്വരാധീനം കൂടും. ഈശ്വരാധീനം കൂടുന്തോറും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്നതായ പല പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയാ, നമുക്കൊരു സമാധാനം ലഭിക്കും. പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ കർമ്മഫല ദുരിതങ്ങളാണെന്ന് മനസ്സിലാക്കുക. ആ ദുരിതങ്ങൾക്ക് ഒരു അയവ് വരും. അതായത് ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കുന്ന ഒരു കെട്ടഴിക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റാക്കി കെട്ടിവെച്ചത് കെട്ടഴിക്കാനുള്ള പ്രയാസവും ഉണ്ട്. അതുപോലെ കുറച്ചൊന്ന് ഇങ്ങനെ കെട്ടിവെച്ചത് കെട്ടഴിക്കാനാണോ പ്രയാസം എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചൊന്നുള്ളതാണ് അല്ലെ. അതേപോലെ ജീവിതത്തിലുള്ള ആ കെട്ട് അത് നമുക്കൊന്ന് അഴിച്ചു മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് മെല്ലെ മെല്ലെ എങ്കിലും എല്ലാവരും വെജിറ്റേറിയൻ ആവാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഒട്ടും പറ്റാത്തവരുണ്ടെങ്കിൽ ആഴ്ചയിലെ ചൊവ്വ, വെള്ളി, ശനി അങ്ങനെ കഴിക്കില്ല എന്ന് വെക്കുക. പിന്നെ അത് 3 എന്നുള്ളത് 4 ആക്കി മാറ്റുക, 4 എന്നുള്ളത് 5 ആക്കി മാറ്റുക. അങ്ങനെ 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 നമ്മളിങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു ജീവിതത്തിൽ ഒരു ദിനചര്യ കൊണ്ടുവരിക. രാവിലെ എന്തായാലും ഞാൻ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടേ പുറത്തേക്ക് കാലെടുത്ത് വെക്കൂ, അല്ലെങ്കിൽ കിച്ചണിലേക്ക് കാലെടുത്ത് വെക്കൂ എന്ന ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അത് തന്നെയാണ് നമ്മുടെ മക്കളും ശീലിക്കുന്നത്. മക്കളും ആ വഴിക്ക് വരണമെങ്കിൽ നമ്മൾ ഒരുപാട് പൂജയും വഴിപാടും ഓരോ സ്ഥലങ്ങളിൽ നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം മാറുക. നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. അവരുടെ വാക്ശുദ്ധി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടി സംസാരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവന്റെ ഭാവി. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സംസാരത്തെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധിക്കണം, പ്രോത്സാഹിപ്പിക്കരുത്. ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ ആ കുട്ടികൾ ഇങ്ങനെ തർക്കുത്തരം പറയുന്നതൊക്കെ കാണുമ്പോൾ അച്ഛനമ്മമാര് ചിരിക്കുന്ന ഒരു പ്രവണതയാണ്. എല്ലാം അറിയാം, എല്ലാം പഠിച്ചിട്ടുണ്ട്, നല്ല ബുദ്ധിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങ് പാരന്റ്സ് അഭിമാനിച്ചു നിൽക്കും. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പം ആ കുട്ടി അച്ഛനെ കയറി തന്തേ താൻ ആരാടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ആ അച്ഛൻ തലകുനിച്ച് നിന്നിട്ട് നിന്റെ എല്ലാ കളിചിരികളും ഞാൻ ആസ്വദിച്ചതല്ലേ, നിന്നെ ഞാൻ എങ്ങനെ നോക്കി, ആ കണക്കുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വരുന്ന കാലഘട്ടം വളരെ മോശമാണ്, കലിയുഗമാണ്. അതുകൊണ്ട് തന്നെ ആ കലിയുഗത്തിൽ നമ്മുടെ കുട്ടികൾ നാളെ എങ്ങനെയായി തീരണം എന്ന് നിർണ്ണയിക്കേണ്ടത് നമ്മളാണ്. വീടുകളിൽ അതിന് വേണ്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, പരസ്പരം പോരടിക്കാതിരിക്കുക, തെറിവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, മോശം വാക്കുകൾ പറയാതിരിക്കുക, വയലൻസ് കുറയ്ക്കുക കുട്ടികളുടെ മുമ്പിൽ. അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവാൻ തുടങ്ങും. പിന്നെ അതുപോലെ കുട്ടികളുടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുക. അത് പാരന്റ്സ് വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അതാത് ആവശ്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയുടെ മൂല്യം എന്താണെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്ത് വരും, ഒരു സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൽ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുട്ടികൾ പുതിയ പുതിയ തലങ്ങൾ തേടി പോകാതിരിക്കും. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. സുഖസൗകര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ആ സുഖസൗകര്യങ്ങളുടെ വാല്യൂ എന്താണെന്ന് കുട്ടികൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു അച്ഛനും അമ്മയും എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു അവസ്ഥ അത് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ കുറെയൊക്കെ ശരിയാവും. കഴിയുന്നതും കുട്ടികൾക്ക് അതാത് ദിവസങ്ങളുടെ പ്രാധാന്യത മനസ്സിലാക്കുക. കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പം അവൻ ഫോൺ നോക്കിയിരിക്കുകയാണ് എന്ന മനോഭാവത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് മാറരുത്. കുട്ടികൾ എന്ത് നോക്കുന്നു എന്നുള്ളതും കൂടി പാരന്റ്സ് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ മോൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവൻ എന്താണ് കാണുന്നത് മൊബൈലിൽ നിന്ന്, അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെയുള്ള സമയങ്ങൾ അത്രയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കുക മാത്രമല്ല, ഞാൻ വിളിച്ച് എൻ്റെ കൂടെ
കൂടെ ഇരുത്തി രാത്രി കിടക്കുമ്പോഴെങ്കിലും മോനെ വാ ഇരിക്കുക എന്ന് പറഞ്ഞിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ചില റീൽസുകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് താല്പര്യമില്ല റീൽസ് കാണാനെങ്കിലും കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ആ റീൽസിനെ നമ്മൾ മെല്ലെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. ഒരു കാര്യം കാണിച്ചു തരാം, ഒരു കഥ കാണിച്ചു തരാം, ഒരു സംഭവം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളിൽ സംശയം കൂടുതൽ ഉണ്ടാവുന്ന സമയമാണിത്. അപ്പൊ ആ സമയങ്ങളിൽ മോനെ ഇങ്ങനെ ഉണ്ട്, ഇതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടേതായ ഒരു എന്താ പറയാ ആത്മീയ ലോകത്തിലേക്ക് കുട്ടികളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്നത്തെ കുട്ടികളോട് ശനിദേവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ശനിദേവനോ വേറെ ജോലിയൊന്നുമില്ല അമ്മയ്ക്ക് ശനിദേവനാണ് പോലും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വന്നു. പക്ഷേ ഈ ഈശ്വരന്മാരാരാണ്, അവരെന്താണ്, അവരെങ്ങനെയാണ്, നമ്മൾ എന്തിനാണ് അവരെ ആരാധിക്കുന്നത്, എന്താണ് ഏതാണ്, ഇങ്ങനെ നമ്മൾ അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ഓരോ മന്ത്രങ്ങളുടെയും ഫലം എന്താണ് എന്ന് നമ്മൾ കുട്ടികളെ മെല്ലെ 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 പഠിപ്പിച്ചു കൊടുത്ത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു കൗൺസിലിംഗ് സെന്റേഴ്സിന്റെ ആവശ്യമില്ല. ഇത് നാട് മുഴുവൻ കുട്ടികൾക്കായിട്ടുള്ള കൗൺസിലിംഗ് സെന്റർ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. അവർക്ക് എവിടെയാണോ വീഴ്ച സംഭവിക്കുന്നത് ആ വീഴ്ചയിൽ നമ്മൾ അവരോട് ബഹളം വെക്കാതിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ആ വീഴ്ചയുടെ പ്രയാസം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ അതിന്റെ ആൻസർ എന്താണെന്നും ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവുന്ന കൂട്ടുകാരോട് നീ നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ എത്ര ദൂരം അവരത് നിനക്ക് ചെയ്തു തരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. കഴിയുന്നതും കുട്ടികളെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യാതിരിക്കുക. അവരുടെ കുഞ്ഞു മനസ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഓരോന്നും. ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർക്ക് എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിന്റെ പ്രയാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കയ്യിൽ നമ്മൾ 10 പ്രാവശ്യം, ഞാനൊക്കെ ആണെങ്കിൽ എന്റെ മോൻ 1-2 പ്രാവശ്യം ചോദിച്ചാൽ സമ്മതിക്കും. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ പറയാം എന്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം നിനക്ക് ഇങ്ങനെ തരുന്ന പൈസ ഇത്രത്തോളം ഉണ്ട്, അത് നിന്റെ മറ്റൊരു ആവശ്യകതയ്ക്ക് ഇല്ലാതെ ഇരിക്കും. അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മളെപ്പോഴും അയ്യോ നമ്മുടെ കൂടെ ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അടുത്തില്ലല്ലോ എന്ന് കരുതി നമ്മൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് അത് വാത്സല്യം കൊണ്ടാണെങ്കിൽ നാളെ അതൊരു അധികാരമായി മാറും. ആ അധികാരം നടക്കാതെ വരുമ്പോഴാണ് കുട്ടികൾ പാരന്റ്സിനെ ഉപദ്രവിക്കുന്ന ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ വരുന്നത്, പണത്തിന് വേണ്ടിയും അല്ലാണ്ടും ഒക്കെ. അപ്പൊ ആ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ മാക്സിമം പാരന്റ്സ് ശ്രദ്ധിക്കുക. ഇതാണ് മലയാള മാസം മീനം 1-ാം തീയതി നിങ്ങൾക്ക് തരാനുള്ള ഗുരുവായൂർ മഞ്ജരീസിന്റെ മെസ്സേജ്. ഹരേ കൃഷ്ണ. ഈ മെസ്സേജ് ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കുട്ടികളിൽ അക്രമവാസനയും വിദ്വേഷവും വളർത്തുന്നത് പാരന്റ്സ് തന്നെയാണ്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളോട് ഒരു വ്യക്തി വൈരാഗ്യം, ഒരു സംസാരം കൊണ്ടുണ്ടാവുന്ന ഒരു അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മമാർക്ക് മിക്കവർക്കും അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് കുറച്ച് അകൽച്ച ഉണ്ടാവും. അപ്പൊ ആ വ്യക്തികളെ കുറിച്ച് നമ്മൾ തന്നെ നമ്മളുടെ കുട്ടികളോട് ഒരിക്കലും അവർ നമ്മുടെ ശത്രുക്കളാണ്, അവരങ്ങനെയാണ്, അവരെ കണ്ടാൽ മിണ്ടരുത്, സംസാരിക്കരുത്, അവർ ഇത്രത്തോളം മോശമാണ് എന്നുള്ള ഒരു മനോഭാവം ആ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പൊ വിവാഹമോചനം നേടിയ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ആ അച്ഛനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അച്ഛനൊരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികളിൽ പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ ചില അച്ഛന്മാരുടെ കൂടെ വളരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അമ്മമാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് മോശമാണ്. അതും കുട്ടികളുടെ അക്രമവാസനയെ ഉണർത്തുകയും കുട്ടികളെ വഴിതെറ്റി പോകാൻ ഒരു കാരണമാകുകയും ചെയ്യും. ഒരിക്കലും നമ്മൾ കുട്ടികളിൽ ഒരു വിദ്വേഷം വളർത്താനുള്ള അവസരം ഉണ്ടാക്കരുത്. കുട്ടികൾക്ക് വീടുകളിൽ നിന്നാണ് വിദ്വേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിദ്വേഷം ഉണ്ടാകാതെ ശ്രമിക്കുക. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക. ചിലപ്പോൾ അവർ ചോദിക്കും, അമ്മ എന്താ അങ്ങോട്ട് പോകാത്തത്? മക്കളെ ഇപ്പൊ പോകാൻ സമയമില്ല, അമ്മ ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പിന്നീട് നമ്മൾ അത് സംസാരിക്കാം, പോകാം കേട്ടോ മക്കള്, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ പറഞ്ഞ് ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ അവര് നമുക്ക് ദുഷ്ടരാണ്, അവര് നമ്മളോട് ഇത്രയും ചെയ്ത്, ഞാനൊരു കാലത്ത് അത്രയും അനുഭവിച്ചു, ഇത് പറയുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വിരോധമാണ് മനസ്സിൽ വരുന്നത്. അത് അവരോടൊന്നല്ല, പിന്നീട് ശത്രുതാ മനോഭാവം അത് കുട്ടികളിൽ വളരാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ ആ കുട്ടികൾ ഇങ്ങനെ പുതിയ പുതിയ തലങ്ങൾ തേടി 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 പിന്നീട് അത് മയക്കുമരുന്ന്, മദ്യം, കഞ്ചാവ്, പിന്നെ എന്തൊക്കെയോ പേരുകളുള്ള സാധനങ്ങളുണ്ടല്ലോ ഇപ്പം, അങ്ങനെ 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 കയറി പോയി കഴിഞ്ഞാൽ അത് അനുഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് ആ വിദ്വേഷ മനോഭാവമാണ്. ആ മനോഭാവത്തിലൂടെ അവർ പ്രതികരിക്കുന്നത് ആരോടാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്ന ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇതെന്ത് സംഭവിച്ചാലും ഏറ്റവും വലിയ വേദന ആരനുഭവിക്കും? ജന്മം നൽകിയ അച്ഛനും
പ്രസവിച്ച അമ്മയും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഒരാൾക്കും നഷ്ടമില്ല. അയ്യോ എന്ന 2 വാക്കിൽ തീരുന്ന ദിവസങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാക്സിമം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. അവരോട് കളിക്കുക, ചിരിക്കുക, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക, മാക്സിമം സമയം കണ്ടെത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പം എൻ്റെ മോനെ ഒരു 3 monthsലേക്ക് ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ നമ്മുടെ സാമീപ്യം ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയമായതുകൊണ്ട് വിളിച്ചു വരുത്തി നല്ല ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും അവരുമായി ഒരുമിച്ച് കിടന്നുറങ്ങാനും എല്ലാത്തിനുമുള്ള സമയം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം. അപ്പോൾ ഒരിക്കലും കുട്ടികൾ പറയരുത്, എന്താ പറയാ, ഇങ്ങനെ അമ്മയുടെ ലോകത്ത് ബിസി ആയിരുന്നു, അച്ഛൻ്റെ ലോകത്ത് ബിസി ആയിരുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവരുത്. മനസ്സിലാവില്ലേ? അതുപോലെ കുക്കിങ്ങിന്, വീട് ക്ലീനിങ്ങിന് എല്ലാം കുട്ടികളെ കൂട്ടുക. അവർ ചിലപ്പോൾ പറയും ഞാനില്ല, അങ്ങ് സ്വന്തം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മൊബൈൽ മാറ്റി വെക്കുമ്പോഴൊക്കെ പറയാം അവരോടപ്പം നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ ചില പാരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്താ പറയാ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, മക്കളെ അമ്മ അങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വിളിച്ചതല്ല, അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്, കാല് ഭയങ്കര വേദന, അപ്പോൾ പറ്റാഞ്ഞിട്ടാണ്, സാരല്ലേ മക്കൾ ഇരുന്നോളൂ എന്നങ്ങ് പറഞ്ഞാൽ ആ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു കുട്ടികളും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഒരു കുട്ടികളും ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഒന്ന് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മോനെ ആ ടവലിങ് എടുത്ത് തന്നെ, മക്കളെ ആ സോപ്പ് എടുത്തത് അമ്മയുടെ ഫോൺ ചാർജിലിട്, അല്ലെങ്കിൽ മക്കളെ ആ സ്റ്റൗവിൽ വെച്ചതൊന്ന് നോക്കിക്കേ. അങ്ങനെ കുഞ്ഞു 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 ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ട് മക്കൾക്ക് എപ്പോഴും അമ്മയുമായിട്ടും അച്ഛനുമായിട്ടും ഒരു ആത്മബന്ധത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അവർ കൊണ്ടുവന്ന പാത്രം മോനെ അതൊന്ന് കഴുകി വെക്ക് മക്കളെ എന്ന് പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല. അല്ലാതെ തിന്ന പാത്രം നിനക്ക് കഴുകി കൂടറാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും അവരെ മാനസികമായിട്ട് എന്താ പറയാ ടോർച്ചർ ചെയ്യാനും നിൽക്കരുത്. മോനെ അതൊന്ന് കഴുകി വെച്ചേക്കുന്ന, പിന്നെ അമ്മ ഈ പണി തീർക്കുക, മക്കൾ അതും കൂടെ ചെയ്യും എന്നൊരു സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക. ഇത് കുഞ്ഞിലേ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ മാറി 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 വരും. സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന്റെ ജീവിതത്തിന്റെ പാതിയിൽ വരുന്ന ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ അത് തിരിച്ചറിയാൻ ശ്രമിക്കുക, തിരിച്ചറിഞ്ഞ് അവരുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ എന്തായി കുറേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. താങ്ങും തണലുമായി മക്കൾ മാറും. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് മുഴുവൻ സീരിയസ്ലി കുട്ടികളെ കുറിച്ചുള്ള പരാതികളാണ് മഞ്ജരീസിൽ നിന്ന്. അതെനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഗുരുകുലം കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ക്ലാസ് റീകണ്ടിന്യൂ ചെയ്യണം. അത് പാതി വഴിയിലായിപ്പോയി നമ്മുടെ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം. കുട്ടികളെ നമുക്ക് എന്ത് വേണം, അവർക്കൊരു പ്ലേസ് കൊടുക്കണം. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗുരുകുലത്തിലെ പല കുട്ടികളും എന്നെ വിളിക്കും, മാതാജി ദേ രേണു മഹേന്ദ്രൻ നമ്മുടെ ലൈവ് കാണുന്ന കുട്ടി, പലരും വിളിക്കും, മാതാജി ഒന്ന് സംസാരിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ മുതിർന്നവർക്ക് ബിസി ആണെങ്കിൽ പോലും ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്താലും കുട്ടികളുടേത് ഞാൻ കട്ട് ചെയ്യാറില്ല. കാരണം മക്കൾ അത്രയും എന്തോ ഒരു ഇതിൽ വരുമ്പോഴാണ് മക്കൾ നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും വിളിക്കില്ല. അപ്പൊ അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതാ പഠനത്തില് ഭഗവത്ഗീത 7ാം അധ്യായത്തില് 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. 8ാമത്തെ ശ്ലോകം എന്താന്നുള്ളത് നമുക്ക് നോക്കിയാലോ. 8ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് രസോഹമപ്പസ്തു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഗേ പൗരുഷം നൃഷു. ഇതാണ് 8ാമത്തെ ശ്ലോകം. എന്താണ് ഈ 8ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. രസോ ഹമപ്സു ഹമപ്സു കൗന്ദേയ. കൗന്ദേയ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. കുന്തി പുത്രനെയാണ് കൗന്ദേയ എന്ന് ഭഗവാൻ വിളിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ഹേ കുന്തി പുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ കംപ്ലീറ്റ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. എങ്കിലും ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. കുന്തിപുത്ര, ജലത്തിലെ രസം, ജലത്തിന് ഒരു രസമുണ്ട്. അത് സാരമില്ല, ജലത്തിന് ഒരു രസമുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ. എങ്കിലും ആ രസം ആരാണ്? ഭഗവാനാണ്. പിന്നെന്താ, ത്രിപുര സുന്ദരി സ്തോത്രത്തെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഇട്ടേക്കാം കേട്ടോ. വൈകില്ല, ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടുതരാം. ദേവി മഹാത്മ്യത്തെ കുറിച്ചൊക്കെ എടുത്ത പോലെ. അപ്പോ ജലത്തിലെ ആ ഒരു രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും, വേദമന്ത്രത്തിലുള്ള പ്രണവവും ആകാശത്തിൽ നിന്നുള്ള ആ ഒരു ഓംകാര ശബ്ദവും പൗരുഷം, പുരുഷനിലെ പൗരുഷവും ഒക്കെ
ഞാൻ തന്നെയാണ് കുന്തിപുത്ര, അതായത് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ആധ്യാത്മികമായിട്ടും ഭൗതികവുമായിട്ടുള്ള തന്റെ എല്ലാ ശക്തിയും, അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ടും വലിയ ശക്തിയുണ്ട്, ഭൗതികമായിട്ടും വലിയ ശക്തിയുണ്ട്. ഈ ശക്തികളെല്ലാം എങ്ങനെയാണ് സമസ്തമായിരിക്കുന്ന കാര്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത്? എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുള്ള ശക്തികളെല്ലാം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ബിന്ദമ്മേ, എന്താ അവിടെ ചെയ്യണേ? ഇത്ര നേരം ഇവിടെ ഇരിക്കായിരുന്നില്ലേ? ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോ ഗ്യാസിന്റെ പിന്നിലേക്ക് ഓടുന്നതിനാ. ക്ലാസ് തീരുന്നവരാണ് കണ്ടോട്ടോ അവിടെ ഇരുന്നത്. അത് ഞാൻ ചെയ്തോളൂ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആ ശക്തികൾ എങ്ങനെയാണ് സമസ്തമായിരിക്കുന്ന കാര്യത്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കുന്തിപുത്രന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെ നമുക്കും പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം, അല്ലെ? അതിനെയാണ് ഗീത എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ തുടക്കം തന്നെ തന്റെ വ്യത്യസ്ത ശക്തികളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ ശക്തികളിലൂടെയാണ് ഭഗവാൻ പ്രത്യക്ഷമാകുന്നത് തന്നെ. ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന്റെ ശക്തികളുണ്ട്? കാറ്റായിട്ട്, വായുവായിട്ട്, ജലമായിട്ട്, അഗ്നിയായിട്ട്, പ്രകാശമായിട്ട്, അങ്ങനെ പല 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 രീതികളിൽ അദ്ദേഹത്തിന്റെ ശക്തിയുണ്ട്, അല്ലെ? ആ ശക്തികളിലെല്ലാം തന്നെ അദ്ദേഹമുണ്ട് എന്ന് നമുക്ക് ഗീതയുടെ തുടക്കം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവാനെ നമ്മൾ അവ്യക്തഗതമായിട്ട് അറിയുന്നുണ്ട്. വ്യക്തമാവുന്നില്ല നമുക്ക്. കാറ്റിനെ നമുക്ക് കാണാൻ പറ്റുമോ? വായുവിനെ കാണാൻ പറ്റുമോ? ജലത്തിന്റെ നിറം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഇതിലെല്ലാം ഒരു അവ്യക്തതയുണ്ട്, അല്ലെ? വ്യക്തമല്ലായ്മയുണ്ട്. ആ വ്യക്തമല്ലായ്മയിൽ കൂടി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു വ്യക്തിയായ സൂര്യദേവനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കുന്ന സൂര്യദേവൻ അദ്ദേഹത്തിന്റെ സർവവ്യാപക ശക്തിയായിരിക്കുന്ന സൂര്യദേവന്റെ എല്ലാ ശക്തിയുമായിരിക്കുന്ന പ്രകാശം, അല്ലെ? സൂര്യദേവനേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകാശം, ആ പ്രകാശത്തിലൂടെ അദ്ദേഹം പ്രത്യക്ഷമാകുന്നുണ്ട്. അതുപോലെ ഭഗവാനും അദ്ദേഹത്തിന്റെ ശാശ്വതമായിരിക്കുന്ന ധാമം, അതായത് ഗോലോകം, ശാശ്വതമായിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ആ ധാമത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വവ്യാപ്തങ്ങളായിരിക്കുന്ന, അതായത് ലോകത്തിന്റെ ഏറ്റവും മൂല്യമേറിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ ശക്തികളിലൂടെ നമുക്ക് ദൃശ്യത പകരുന്നുണ്ട്, ഇല്ലേ? ഭഗവാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ധാമത്തിൽ ഇരുന്നു കൊണ്ട് സൂര്യനിലൂടെ പ്രകാശമായിട്ടും ചന്ദ്രനിലൂടെ പ്രകാശമായിട്ടും ജലത്തിലൂടെയും അഗ്നിയിലൂടെയും കാറ്റിലൂടെയും വായുവിലൂടെയും എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തിയെ നമ്മളിലേക്ക് അറിയിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മളാണ് ഇതൊന്നും മനസ്സിലാക്കാത്തത്. നമ്മൾ എന്താ പറയുന്നത്? എല്ലാം കാലം അങ്ങനെ, കാലം ഇങ്ങനെ, അത് ഇത് എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഫീൽ ചെയ്യണം. സൂര്യദേവനെ കാണുമ്പോൾ നമ്മള് ഭഗവാനെ, സൂര്യദേവൻ വേറെ കൃഷ്ണൻ വേറെ എന്ന ചിന്ത വേണ്ട. ഭഗവാനെ, അത് അങ്ങയുടെ ശക്തി കൊണ്ട് കാലചക്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവൻ പ്രകാശിക്കുന്നു, സൂര്യനിലൂടെ നമുക്ക് ചൂടും വെളിച്ചവും എല്ലാം ലഭിക്കുന്നു, അത് അങ്ങ് പിന്നാമ്പുറത്തുണ്ടായത് കൊണ്ടാണ് എന്ന വ്യക്തത നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്തിന്റെ ക്രിയാത്മകത്വം രസമാണ്. കടൽ വെള്ളം കുടിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? ആരും കടലിലെ വെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു രസം ഇഷ്ടപ്പെടാത്തത്. അപ്പോ വെള്ളത്തോടുള്ള പ്രിയം, അതിന്റെ രസം, സ്വാദ് വിശുദ്ധമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശരിയല്ലേ? ഒരു വെള്ളം നമ്മൾ കുടിക്കാൻ പോകുമ്പോൾ അതിന്റെ ആ കുടിക്കുന്നതിന്റെ ആ ഒരു നേർമമായിരിക്കുന്ന വെള്ളം, നമ്മളിപ്പോ ഒരു നല്ല പാറ പൊട്ടിയ വെള്ളം വരുവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? അയ്യോ, നല്ല നേർമയായിരിക്കുന്ന വെള്ളമാണ്, അത് കുടിക്കാൻ നല്ല സ്വാദാണ്. അതേസമയം ഒരു അശുദ്ധമായിരിക്കുന്ന ജലം എടുത്തിട്ടാണ് നമ്മൾ കുടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. കടൽ വെള്ളം നമ്മൾ കുടിക്കാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഓരോന്നും നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. ആ ഘടനയെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഓരോന്നും ഇഷ്ടപ്പെടുന്നത്. ഭഗവാന്റെ ശക്തികളിൽ ഒന്നാണ് ഈ രസവും. ഈ കടലിലെ ഉപ്പുരസം എന്ന് പറയുന്നതും ഭഗവാന്റെ ശക്തികളിൽ ഒന്ന് തന്നെ. നമ്മൾ ഒരിക്കലും അതിന് ഉപ്പാണെന്ന് പറഞ്ഞ് കുടിക്കാതെ മാറ്റി വെച്ചാലും അതിനെ നമ്മൾ പൂർണ്ണമായി കളയാൻ കഴിയില്ല. കാരണം അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്, അല്ലെ? ഉപ്പില്ലാതെ നമുക്ക് കിച്ചൺ എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പോലും ഭഗവാന്റെ ശക്തികളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോ ഈ ഭൂമിയില് നമുക്ക് ഒരിക്കലും എന്താണ് ഒന്നും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. വെള്ളത്തിൽ ഈശ്വര സാന്നിധ്യമുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ശക്തിയിലൂടെ, രസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ആ ഉപ്പുരസവും വന്നിരിക്കുന്നത്. അത് ജലത്തിലുണ്ട് എന്ന്, ആ ഈശ്വര സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ അതിന്റെ രസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ?
വ്യക്തിഗതവാദിയും മനുഷ്യന് ദാഹം തീർക്കാൻ സ്വാദിഷ്ടമായ ശുദ്ധജലം കനിഞ്ഞു തരുന്ന ഈശ്വരനെ വാഴ്ത്തുന്നു. ഇല്ലേ? നമുക്ക് ദാഹജലം നൽകുന്ന ആ ഒരു എന്ത് തന്നെ സ്രോതസ്സാണെങ്കിലും നമ്മൾ ആ ദാഹജലത്തെ നമ്മൾ നമിക്കുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളത്തെ നമ്മൾ അത്രയും പരിശുദ്ധമായി കാണുന്നുണ്ട്. അപ്പോ കടൽ ജലം നമുക്ക് കുടിക്കാൻ പറ്റില്ല, പക്ഷെ അതും ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ്, ഈശ്വരന്റെ ശക്തി തന്നെയാണത്. അമ്പലത്തിലെ തീർത്ഥജലവും ഭഗവാന്റേത് തന്നെയാണ്. ഒന്നും വ്യത്യസ്തമല്ല. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ഒന്നും നിരാകരിക്കാൻ ആളുകളല്ല എന്നർത്ഥം. ഒന്നിനെയും തള്ളിപ്പറയാൻ നമ്മൾക്ക് അനുവാദമില്ല എന്നർത്ഥം. സമസ്ത കാര്യത്തിലും ഭഗവാന്റെ ശക്തിയുണ്ട് എന്ന പൂർണ്ണമായ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. പരമസത്യം കണ്ടെത്താനുള്ള വഴി അതാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ സമസ്ത കാര്യങ്ങളിലും എന്തുണ്ട്? ഭഗവാന്റെ ഒരു ശക്തിയുണ്ട്. ഇത് തന്നെയാണ് എന്ത്? നമുക്ക് ഭഗവാന്റെ സമസ്ത കാര്യങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിരിക്കുന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരു വഴി. പ്രായോഗികമായി അവ്യക്തഗതവാദവും വ്യക്തിഗതവാദവും പരസ്പര വിരുദ്ധമല്ല. നമ്മൾ ഒന്നിലുണ്ടെന്ന് പറയും, ഒന്നിലില്ല എന്ന് പറയും. ഇല്ലാത്തതിലും ഈശ്വരനുണ്ട്, ഉള്ളതിലും ഈശ്വരനുണ്ട്. അപ്പൊ വ്യക്തിഗതവും അവ്യക്തഗതവും ഒന്ന് തന്നെയാണ്. നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാന്നോ ഉണ്ടാന്നോ പറയാനുള്ള അനുമതിയില്ല. സമസ്തവും ഈശ്വരന്റെയാണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് ഇതിലുള്ളത്. ഏത് വിഷയത്തിലും ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഒരേ സമയം സാധ്യതയുണ്ട്, ഒരേ സമയം സാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ട്? രാത്രിയുമുണ്ട്, പകലുണ്ട്. രാത്രി മാത്രമാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. പകലുണ്ടെങ്കിലേ രാത്രിക്ക് മനോഹാരിതയുള്ളൂ, രാത്രി ഉണ്ടെങ്കിലേ പകലിന് മനോഹാരിതയുള്ളൂ. മഴ ഒരുപാട് എല്ലാ ദിവസവും മഴ ഉണ്ടാവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും വെയിലുണ്ടാവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എല്ലാത്തിനും ഒരു തുലനാവസ്ഥയുണ്ട്. ആ തുലനാവസ്ഥയാണ് ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ തുലനാവസ്ഥ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ജീവൻ നിലനിർത്താൻ സാധിക്കും. അപ്പൊ ഈശ്വരൻ എല്ലാം കൃത്യമായി സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളാണ് അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ദിവ്യമായിരിക്കുന്ന അചിന്യാഭേദാഭേദതത്വം, ഏകകാലനീയമായിരിക്കുന്ന ഭേദ സിദ്ധാന്തം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. മനസ്സിലായിരിക്കുന്നോ എല്ലാവരും? അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അതിനെയെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ സ്ഥാപിച്ചത് എന്ന് പറയുന്നു. പിന്നെന്താ പറയണത്? ഭഗവാന്റെ അവ്യക്തിഗത തേജസ്സായിരിക്കുന്ന ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശപൂരങ്ങളും ഉണ്ടാകുന്നത്. ഭഗവാനിൽ നിന്ന് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ പ്രകാശം ഉണ്ടാകുന്നത്. ചില ആളുകൾ പറയും, നിന്റെ നക്ഷത്രം അനുസരിച്ച് നിനക്ക് സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ മതി. സൂര്യദേവാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഭഗവാനെ അങ്ങ് മറന്നു കളയും. ആധികാരികമായി പറയുകയാണെങ്കിൽ എല്ലാത്തിന്റെയും മൂലകാരണം ഭഗവാനാണ്. ആ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സമസ്തവും വന്നു ചേരും, ഒരു സംശയവും. സമസ്തവും വന്നു ചേരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. വൈദിക പുസ്തകങ്ങളുടെ ആരംഭത്തിൽ ചേർക്കാറുള്ള പ്രണവം, നമ്മൾ ഏത് വൈദിക പുസ്തകം എടുത്താലും അതിന്റെ ആരംഭത്തിൽ പ്രണവം ചേർക്കാറുണ്ട്, അല്ലെ? അതീന്ദ്രിയ നാഥമാകുന്ന ഓംകാരം ഒരു പ്രത്യേക എന്താ പറയാ, ഓംകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. ഏത് ശബ്ദത്തിലും ഒരു ഓം എന്ന ഒരു ഇതുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഏതൊരു ശബ്ദത്തിലും ഒരു ഓംകാരനാദമുണ്ട്. ഓംകാരത്തിലൂടെയാണ് സമസ്ത ശബ്ദവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓംകാരം ഭഗവാനെ അഭിസംബോധന ചെയ്യാനുള്ളതാണ്. ഓം എന്നുള്ളത് ഭഗവാനെ അഭിസംബോധന ചെയ്യാനുള്ള പ്രണവ മന്ത്രം തന്നെയാണ്, ഒരു സംശയവും ഇല്ല. ഭഗവാനെ തന്റെ അസംഖ്യം നാമങ്ങളിലൂടെ പുകഴ്ത്താൻ, അദ്ദേഹത്തിന് ഒരുപാട് നാമങ്ങളുണ്ടല്ലേ, ആ നാമങ്ങളിലൂടെ ഒക്കെ ഭഗവാനെ പുകഴ്ത്താൻ അവ്യക്തിഗതവാദികൾക്ക് ഭയമാണ്. അതീന്ദ്രിയനാഥമായിരിക്കുന്ന ഓംകാരം ഉച്ചരിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഓംകാരത്തിൽ സമസ്തവും അടങ്ങിയിട്ടുണ്ട്. വ്യത്യസ്തമായ നാമങ്ങളിലൂടെ ഭഗവാനെ വിളിക്കാൻ തന്നെ ഭയപ്പെടും. എന്നാൽ ഓം എന്ന് പറയുമ്പോൾ അതിലെല്ലാ നാമങ്ങളും അടങ്ങി. ഓമിന്റെ പ്രത്യേകത അതാണ്. ഓം എന്ന് പറയുന്നതില്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ സമസ്തവും അടങ്ങിയിരിക്കുന്നു. പിന്നെന്താ പറയണത്? വിശ്വവ്യാപ്തമാണ് കൃഷ്ണാവബോധത്തിന്റെ മണ്ഡലം. ഈ അവബോധം ഉദിച്ചവൻ അനുഗ്രഹീതനാകുന്നു. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണാവബോധത്തിന് ഒരു അതീന്ദ്രിയമായിരിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക മനോഭാവം ഉണ്ട്. അതിന് ഏറ്റവും നല്ല സിനിമയാണ് സ്പിരിറ്റ്. സ്പിരിറ്റ് മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാലേട്ടനും സിദ്ധാർത്ഥവും ഒക്കെ എപ്പോഴും ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളെ ആ മൂവി കുറേ നാൾ മുമ്പേ കണ്ടതാണ്. അങ്ങനെ സിദ്ധാർത്ഥ് മരിക്കുന്ന സിദ്ധു മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ സിദ്ധു മരിച്ചു കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു ലാലേട്ടൻ പ്രകൃതിയിലെ പ്രഭാതം ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്നത്. അതിന്റെ DOP ചെയ്തിരിക്കുന്നത് വേണുചേട്ടനാണെന്ന് തോന്നുന്നത്. ക്യാമറ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമാണത്. അപ്പോ വേണുചേട്ടന്റെ ആ ക്യാമറ വർക്കും ആ പ്രഭാതവും ഉദയസൂര്യനും ലാലേട്ടന്റെ എൻട്രിയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഭയങ്കരമായൊരു
ഒരു ഒരു സമയമുണ്ട് അവിടെ, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട് അല്ലെ. ഒരു ദിവസമെങ്കിലും മദ്യപിച്ച് രാത്രി മുഴുവൻ കിടന്നുറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രഭാതത്തിലേക്കൊന്ന് നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ക്യാരക്ടർ അതിലേക്ക് നടക്കുമ്പോൾ, ആ പ്രഭാതം, ആ ഉദയ സൂര്യന്റെ ആ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ഭൂമിയുടെ ഭംഗി മറ്റൊന്നാവാണ്. അത് നമ്മുടെ ജീവിതത്തിലും റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, കൃഷ്ണാവബോധം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ എന്താ ആദ്യം വേണ്ടത്? ഒരു അച്ചടക്കമാണ് ജീവിതത്തിൽ വേണ്ടത്. വേണ്ടാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് വ്യക്തികളായാലും ശരി, എന്തായാലും ശരി, അങ്ങോട്ട് മാറ്റി നിർത്തുക. വേണ്ടതിലേക്ക് മനസ്സിനെ ചിന്തിക്കുക. വേണ്ടാത്ത കാര്യത്തിലേക്ക് മനസ്സ് കൊണ്ടുപോയി വെക്കാതിരിക്കുക. ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് വിട്ടു തള്ളണം ആ ഭാഗം. അതെന്നെ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി കൂട്ടരുത്. ഞാൻ അങ്ങനെ ചെയ്യാം. താല്പര്യമില്ലേ മാറ്റി അങ്ങോട്ട് നിർത്തുക. പിന്നെ അതേക്കുറിച്ചൊരു ടോക്ക് എടുക്കരുത്, ആ സിറ്റുവേഷനെ എടുക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറവിയിലേക്ക് അങ്ങ് ഇട്ടേക്കണം. കാരണം എന്താ? നല്ല നല്ല ഓർമ്മകൾക്ക് മനസ്സ് സ്ഥാനം കൊടുക്കണം, ഹൃദയം സ്ഥാനം കൊടുക്കണം. ഓൾവേസ് ബി പോസിറ്റീവ്. നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും നമ്മൾക്കുണ്ടായ വേദനകൾ, അപമാനങ്ങൾ, കഷ്ടതകൾ, ദുരിതങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ ഇട്ടിട്ട് നശിപ്പിക്കരുത്. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്, അത് കഴിഞ്ഞു, അത് ഇന്ന വ്യക്തിയിലൂടെയാണ് കൊണ്ട് തള്ളി ബാസ്ക്കറ്റിൽ ഇട്ടേക്കണം. അതിനാണ് ചവറ്റുകൊട്ട ഇട്ടിരിക്കുന്നത്, ചവറ്റുകൊട്ടയിൽ ഇട്ടിരിക്കണം. പിന്നെ അവരെന്തായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കരുത്. അത് നമ്മളിൽ തന്നെ നെഗറ്റീവ് എനർജി കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്മയെ കുറിച്ച് ചിന്തിക്കുക, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു ജീവിതത്തിൽ. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് എനർജി കൂട്ടാതിരിക്കുക ജീവിതത്തിൽ. അതാണ് അതിന്റെ ഏറ്റവും നല്ലത്. അപ്പൊ എന്താണ്? കൃഷ്ണാവബോധം ഉണർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല ഇതിലേക്ക്, പോസിറ്റീവിലേക്ക് പോകുന്തോറുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കൃഷ്ണാവബോധം ലഭിക്കുന്നത്. അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. ആരെന്തു പറയുന്നു, എങ്ങനെ പറയുന്നു, എന്ത് ചെയ്യുന്നു, അതൊന്നും നമ്മുടെ മൈൻഡിലേ ഇല്ല. പറയുന്നവരവിടെ പറഞ്ഞിരിക്കട്ടെ, അവർക്ക് അതിനാണ് നേരം. അവരങ്ങനെ അധോഗതി ലഭിച്ച ആളുകളാണ്, അധോഗതിയായിട്ട് തീരാനുള്ളവരാണ്. അവരത് പറഞ്ഞങ്ങോട്ട് തീരട്ടെ. എത്ര കാലം പറഞ്ഞിരിക്കും അവര്? അവരുടെ ജീവിതമേ അതിനുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ നമ്മുടെ ജോലി ചെയ്യാൻ നോക്കുക. നമുക്ക് സമയമില്ല, കുറച്ച് സമയമുള്ളൂ. ഇപ്പം ഒരു 70 വയസ്സായിട്ടുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-10 കൊല്ലം ജീവിക്കുമായിരിക്കും. 40 വയസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പം 30 കൊല്ലം കൂടെ ജീവിക്കുമായിരിക്കും. അതും ഗ്യാരണ്ടി ഇല്ല, ഇല്ലേ? രാത്രി അലാറൊക്കെ വെച്ച് കിടക്കും നമ്മള്, രാവിലെ ഉണരുന്നുള്ള പ്രതീക്ഷയിൽ. ഉണരോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ല. ചിലപ്പോൾ അലാറം അവിടെ കിടന്ന് അടിക്കും, നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോവും ചെയ്യും. ഉറങ്ങിപ്പോവോ മരിച്ചുവോ ഒക്കെ സംഭവിക്കാം. സോ അത്രയും ചെറിയ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരിക്കലും വൈരാഗ്യ ബുദ്ധി ഉണ്ടാവില്ല. വൈരാഗ്യ ബുദ്ധിയുമായി നടക്കുന്ന ആളുകൾ അവിടെ നടക്കട്ടെ. അവര് നെഗറ്റീവിന്റെ ഒരു ഭാണ്ഡക്കെട്ടാണ്. നമ്മൾ പോസിറ്റീവാണ്. മനസ്സിലായില്ലേ? നമ്മൾ പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളെ കുറിച്ച് ആളുകൾ പറയുന്നത് മുഴുവൻ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള സമയം നമുക്ക് ജീവിതത്തിലില്ല. ജീവിതം വളരെ ചെറുതാണ്. ആ ഷോർട്ട് സ്പാനിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലായില്ലേ? അതേക്കുറിച്ച് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഏഷണിയും കുശുമ്പും വഴക്കും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധമ ജന്മങ്ങളാണ്. അവർക്ക് അതേ നേരമുള്ളൂ. ആ അധമ ജന്മങ്ങൾ അവർ സ്വയം അത് പറഞ്ഞ് 24 മണിക്കൂറിൽ ഒരു ദിവസം അവരുടെ കളയും. അവര് ജീവിക്കാനുള്ള സമയം അവര് കണ്ടെത്തില്ല. മറ്റുള്ളവരെ ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അവരങ്ങനെ ചിന്തിച്ച് അവിടെ നടക്കലേ ഉണ്ടാവുള്ളൂ. നമുക്കത് പിന്നോട്ടം പോകാനുള്ള സമയവും ഇല്ല. നമ്മളുടെ കാര്യങ്ങൾ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും. ആ പോസിറ്റീവ് എനർജി നമ്മളെ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് സത്സംഗങ്ങൾ കേട്ട്, ആയിരക്കണക്കിന് ഏകാദശികളെടുത്ത്, വ്രതങ്ങളെടുത്ത്, വെജിറ്റേറിയൻ ആയിട്ട് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനാണ് ജീവിതത്തിൽ സമയം കൊടുക്കുന്നതെങ്കിൽ ജീവിതം വേസ്റ്റായി അല്ലെ? അത്ര കാലവും കേട്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. നമ്മൾ എന്ത് ചെയ്യുക? തുടങ്ങി വരുമ്പോഴേ ക്ഷമിക്കണം, എനിക്ക് ഒരല്പം തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, സ്റ്റോപ്പ്. ഞാൻ അങ്ങനെ ചെയ്യാം. തിരിച്ചു വിളിക്കാൻ കേട്ടോ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയേക്കും. പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കരുത്. ആ രീതിയിൽ നമ്മളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. ആ നെഗറ്റീവ് എനർജി ചേർത്ത് വെക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. മനസ്സിലാവുന്നത്? ഈശ്വരന്റെ വഴിയിലേക്ക് നമ്മൾ പോകുന്തോറും സാത്താൻ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചുകൊണ്ടേയിരിക്കും. മായ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. ആ മായയുടെ ഒപ്പം പോണോ, കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ ഈശ്വരന്റെ വഴിയിലേക്ക് പോണോ എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മളിൽ തന്നെ ഒരു കൃഷ്ണാവബോധത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, കൃഷ്ണനെ അറിയാത്തവർ മായാമോഹിതരാണ്.
കൃഷ്ണനെ അറിയുന്നില്ല എന്നാണെങ്കിൽ അവർ മായയുടെ ലോകത്താണ് ജീവിക്കുന്നത്. മായയുടെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും മായയായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആലോചിക്കൂ. അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ശരിയാണെന്ന് പ്രൂവ് ചെയ്തെടുക്കാനുള്ള എല്ലാ വഴികളിലൂടെയും അവർ നടക്കും. അവർക്ക് അതിനേ സമയമുള്ളൂ. ഈ പറയുന്ന ആളുകളാരും നമ്മൾക്കൊരു കഷ്ടപ്പാട് വന്നാൽ നമ്മളെ വന്ന് താങ്ങില്ല, നമുക്ക് വന്ന് സഹായം ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അവരവരുടെ ലോകം നോക്കി നിൽക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഉള്ള സമയം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഒരു വിഷമമില്ലാതെ നമ്മൾ എങ്ങനെ ഒരു താങ്ങായി ജീവിക്കാൻ ശ്രമിക്കാം എന്നാലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികൾ ആരാണ്? മുക്താത്മാക്കളാണ്. ഭഗവാനെ അറിയാൻ കിട്ടിയ ഈ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് മുക്താത്മാക്കളാണ്. ആ മുക്താത്മാക്കളായി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം ശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിനു വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, കൃഷ്ണനെ അറിയാതിരിക്കൽ അത്രേ ബന്ധനം എന്ന് പറയുന്നത്. ഒരു കയറെടുത്ത് നമ്മളെ കെട്ടിവെക്കുന്നതല്ല ബന്ധനം. പിന്നെയോ കൃഷ്ണനെ അറിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബന്ധനം. ആ ബന്ധനത്തിലേക്ക് നമ്മൾ പോണോ, മുക്തിയിലേക്ക് നമ്മൾ പോണോന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. മുക്തിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഏകാദശികൾ എടുക്കുക, പ്രദോഷം എടുക്കുക, ഭഗവത് നാമം ജപിക്കുക, പൂജ ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, ജപിക്കുക, വായിക്കുക, സത്സംഗങ്ങൾ കേൾക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, പ്രചരണത്തിന്റെ ഭാഗമായി ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ ചെവിയിൽ ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാലോ ഈ ചെയ്തതിന്റെ എല്ലാം ഫലം ബിഗ് സീറോ ആയി. വല്ല കാര്യമുള്ള കാര്യമാണോ? കഷ്ടപ്പെട്ട് സാമ്പാറിനുള്ള എല്ലാ കഷ്ണവും അരിഞ്ഞെടുത്ത് പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിൽ അളവിൽ കൂടുതൽ ഉപ്പ് കൊണ്ടുപോയിട്ടല്ല ആ സാമ്പാർ ഉപയോഗപ്രദമാണോ? അല്ല, ഒരിക്കലുമല്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ട് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനാണ് ഈ സാധനം എടുത്ത് ചെവിയിൽ വെക്കുന്നത് എങ്കിൽ ആ ഉപയോഗിച്ചതായിരിക്കുന്ന എല്ലാ ആധ്യാത്മിക കാര്യങ്ങൾക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് എന്ത് ചെയ്യുക? എൻ്റെ ജീവിതത്തിൽ നല്ലതിന് മാത്രം സമയം കൊടുക്കുള്ളൂ എന്ന് നമ്മൾ അങ്ങ് നിശ്ചയിക്കുക. ആ നന്മയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ പോകുന്ന പാതയിൽ നിന്ന് നമ്മളെ തിരിച്ചു പിടിക്കാൻ ഒരാൾക്ക് ഈസിയാണ്. പക്ഷേ ആ പാതയിലേക്ക് നമ്മൾ എത്താൻ ഈ പറഞ്ഞ ആളുകൾ ആരും നമ്മളെ സഹായിച്ചിട്ടില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ട്? ഇനി നമ്മൾ അധ്യായം 7 തന്നെ 9ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. കേട്ടോ, അധ്യായം 7 9ാമത്തെ ശ്ലോകം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജസ്സാമി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്സിഷു. ഇതാണ് 9ാമത്തെ ശ്ലോകം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പുണ്യഗന്ധമായിട്ടും തീയിലെ ചൂടായിട്ടും ജീവജാലങ്ങളിലും എല്ലാം ജീവനായിട്ടും തപസ്സികളിൽ തപസ്സായിട്ടും കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെ. അതായത് ഭൂമിയിൽ നല്ല ഗന്ധമായിട്ട് നല്ല സ്മെല്ലുള്ളതുണ്ടല്ലേ, നല്ല സ്മെല്ലുള്ളതായിട്ടും അതുപോലെ ജീവികളിൽ ജീവനായിട്ടും തീയിൽ നല്ല ചൂടായിട്ടും തപസ്സികളിലെ തപസ്സായിട്ടും ഒക്കെ മാറുന്നതാരാ? ഭഗവാൻ തന്നെയാണ്. ഒരു സംശയവുമില്ല. പുണ്യം എന്ന വാക്കിന് ജീർണിച്ചിട്ടില്ലാത്തത് എന്നാണ് അർത്ഥം. പുണ്യം എന്നാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നശിച്ചിട്ടില്ലാത്തത്, ജീർണിച്ചിട്ടില്ലാത്തത്. ഇതാണ് പുണ്യം എന്ന വാക്കിന്റെ അർത്ഥം. അത് ആദിയിലുള്ളതാണ്, തുടക്കമേ ഉള്ളതാണ് പുണ്യം എന്ന് പറയുന്നത്. ഈ ലോകത്തില് ഏതൊന്ന് ഒരു കാര്യം എടുത്താലും അതിനൊരു സവിശേഷമായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. എന്ത് കാര്യം നമ്മൾ എടുത്താലും ആ കാര്യത്തിനൊരു സവിശേഷത, ഒരു പ്രാധാന്യതയുണ്ട്. പൂവിന്, ഭൂമിക്ക്, ജലത്തിന്, അഗ്നിക്ക്, വായുവിന് ഒന്നും ഗന്ധമില്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? മാലിന്യം ഒന്നും ഏൽക്കാത്ത മൗലികമായിരിക്കുന്ന സർവഭൂതവ്യാപ്തമായിരിക്കുന്ന ഗന്ധമത്രേ കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം ഒന്നും ഏൽക്കാത്ത, എല്ലായിടത്തിലും ഇങ്ങനെ പരിലസിക്കുന്ന, എല്ലാത്തിലും കുടികൊള്ളുന്ന ഒരു നല്ല ഗന്ധമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചാൻഡിങ് മന്ത്രം ബോക്സ് വേണമെങ്കിൽ മഞ്ജരീസിന്റെ വാട്സപ്പിലേക്ക് ഇട്ടോളൂ, ഞാൻ അയച്ചു തരാം കേട്ടോ. അതുപോലെ ഓരോന്നിനും ഉണ്ട് ഓരോ ഗന്ധം. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതും അറിഞ്ഞിട്ടുള്ളതും അറിയാത്തതുമായ സമസ്ത കാര്യങ്ങൾക്കൊരു ഗന്ധമുണ്ട്. ആ പുണ്യഗന്ധത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മൗലികമായൊരു രസമുണ്ട്, അതായത് അടിസ്ഥാനപരമായൊരു രസമുണ്ട്. രാസദ്രവ്യങ്ങളുടെ കലപ്പുണ്ടായി കഴിഞ്ഞാൽ രസം ഒരു എന്താ പറയാ വ്യത്യസ്തമാകുന്നുണ്ട്.
ചില സാധനങ്ങളിൽ ചില സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തതയുണ്ടാവും അല്ലെ. ആ വ്യത്യസ്തതയൊക്കെ എന്തുമായിക്കോട്ടെ അതെല്ലാം ഈശ്വരൻ തന്നെ. പാമ്പിന്റെ വിഷം എന്ത് ചോദിച്ചാൽ അതും ഈശ്വരൻ തന്നെ. മുള്ളമ്പന്നിയുടെ മുള്ളെന്തെന്ന് ചോദിച്ചാൽ അതും ഈശ്വരൻ തന്നെ. എല്ലാം ഈശ്വരൻ തന്നെ. ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ആവശ്യകതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാറ്റിനും മൗലികമായിട്ടൊരു പ്രത്യേക ഗന്ധവുമുണ്ട്. വിഭാവസു അഥവാ അഗ്നി കൂടാതെ നമുക്ക് ഫാക്ടറികൾ നടത്താനോ ഭക്ഷണം പാകം ചെയ്യാനോ പറ്റില്ല. തീയില്ലാതെ നമുക്ക് ഫാക്ടറിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. അഗ്നിയില്ലാതെ ഇലക്ട്രിക് രീതിയിലാണെങ്കിലും അവിടെ ഒരു ചൂട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? എന്തിന്? നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം പോലും നമുക്ക് ദഹനം നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അഗ്നി വേണം, ഒരു ചൂട് വേണം. ആ ചൂടുണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിലെ എന്താ പറയാ ഭക്ഷണം പോലും എന്താവുന്നത്, ഡൈജഷൻ ആവുന്നത്, ദഹനം നടക്കുന്നത്. അപ്പോൾ ആ അഗ്നി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അഗ്നിയാണ് ഈശ്വരൻ, ആ അഗ്നിയാണ് കൃഷ്ണൻ. കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണനെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും നമുക്ക് ഉണ്ടാവണം. കുറെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? കൃഷ്ണനെ ഞാൻ അറിയുന്നുണ്ട്. എന്തിന് കാണണം? കണ്ണുകൾ അടച്ചാൽ അദ്ദേഹം പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ എന്നിലേക്ക് എത്തുന്നുണ്ട്. എൻ്റെ ശരീരത്തിലെ ചൂടായി, തണുപ്പായി, ഗന്ധമായി, ചിന്തയായി, വാക്കായി, പ്രവൃത്തിയായി കൃഷ്ണൻ എത്തുന്നുണ്ട്. ഞാൻ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചമായി, കാറ്റായി, തണുപ്പായി എല്ലാം കൃഷ്ണൻ എത്തുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ കൃഷ്ണനെ ഫീൽ ചെയ്യാൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ചൂടും കൃഷ്ണനാണ് അല്ലെ. ആയുർവേദം അനുസരിച്ച് ദഹനക്കേട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വയറ്റിലുള്ള നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിന്റെ അളവ് കുറയുമ്പോൾ. നമുക്ക് ദഹനക്കേട് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവിന്റെ അളവ് കുറയുമ്പോൾ. പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടില്ലേ, നമുക്ക് വയറുവേദന വന്ന് നമുക്ക് എന്താ പറയാ വയറ്റിൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ആദ്യം അമ്മമ്മയൊക്കെ എന്താ ചെയ്യാന്നറിയോ? നല്ല ബ്ലാങ്കറ്റ്, കട്ടിയുള്ള ഷീറ്റ് എടുത്ത് നന്നായിട്ട് 2-3 മടക്കി നമ്മുടെ വയറിൽ അങ്ങ് ഇട്ട് തരും അല്ലെ. വയറ് നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞ് കെട്ടി വയറിൽ അങ്ങ് ഇട്ട് തരും. എന്നിട്ട് പറയും നല്ല ചൂട് കഞ്ഞി കുടിച്ചിട്ട് സുഖമായിട്ട് വയറിൽ ആ ക്ലോത്ത് ഇട്ടിട്ട് ആ ഇതിട്ടിട്ട് കിടന്നോളൂ എന്ന് പറയും. എന്തിനാണ്? ആ ചൂട് കിട്ടാനാണ്. നമുക്ക് ആ ഊഷ്മാവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിന്ന് കഴിഞ്ഞാൽ ദഹനക്കേട് നമുക്ക് സംഭവിക്കില്ല. ക്ലിയർ? ഭൂമി, ജലം മുതലായ ക്രിയാത്മക തത്വങ്ങളും ധാതുവർഗങ്ങളും സർവ്വ ഭൗതിക മൂല്യങ്ങളും കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. സമസ്തവും ഉണ്ടാവുന്നത് കൃഷ്ണനിൽ നിന്ന് തന്നെ. കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവും. കൃഷ്ണാവബോധം ഉദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. കൃഷ്ണനെ നമുക്ക് അറിയാൻ സാധിക്കണം. ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നോക്കിലും എല്ലാത്തിലും കൃഷ്ണനെ അറിയാൻ സാധിക്കണം. ഈ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അതിന്റെ ചൂട് പോലും കൃഷ്ണനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും കൃഷ്ണനെ ഫീൽ ചെയ്യണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യന് സ്വന്തം ജീവിതകാലത്തില് കൂടുതൽ നീട്ടാൻ കഴിയില്ല. നമ്മുടെ ജീവിതകാലത്തിന്റെ ദൈർഘ്യം നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഒരു സമയമുണ്ട്, ഭഗവാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ നീട്ടാൻ ഒരു സെക്കൻഡ് പോലും നീട്ടാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്? എന്നെ കൊണ്ട് അത് സാധിക്കും, ഇത് സാധിക്കും എന്ന അഹങ്കാരം എന്തിനാണ്? കൃഷ്ണാവബോധം ഓരോ മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. കൃഷ്ണാവബോധം ഓരോ മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും കൃഷ്ണാവബോധമുണ്ട്. ഏത് രീതിയിൽ നോക്കിയാലും കൃഷ്ണാവബോധമുണ്ട്. കൃഷ്ണാവബോധമില്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കുന്നിടത്താണ് ഭഗവാന്റെ സാമീപ്യം നമ്മൾ അറിയുന്നത്. ഇല്ലെങ്കിൽ എന്തായി? ഭഗവാന്റെ സാമീപ്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? കലി എന്താണ്, കലിയുടെ മക്കൾ ആരാണ്, കലി എവിടെയാണ് വസിക്കുന്നത്, കലി എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഇനി കലിയുടെ ആവാസ സ്ഥാനങ്ങൾ നിശ്ചയിച്ചത് ആരാണ്? കലി ഇന്ന സ്ഥലത്തെ ജീവിക്കൂ എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാക്കിയത് ആരാണ്? അർജുനന്റെ പൗത്രൻ, അഭിമന്യുവിന്റെ പുത്രൻ. അർജുനന്റെ മകന്റെ പേരെന്താണ്? അർജുനന്റെ മകന്റെ പേരെന്താണ്? വേഗം ടൈപ്പ് ചെയ്തു. നമ്മൾ 10:30 തുടങ്ങി 11:15. വേഗം. അർജുനന്റെ മകന്റെ പേരെന്താണ്? വേഗം ടൈപ്പ് ചെയ്തിടുവോ? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകാനുണ്ട്. അർജുനന്റെ മകന്റെ പേരെന്താണ്? എന്താ ബിന്ദുമ്മ അർജുനന്റെ മോന്റെ പേര്? അഭിമന്യു. അഭിമന്യുവിന്റെ മകന്റെ പേരെന്താണ്?
അഭിമന്യുവിന്റെ മകന്റെ പേരെന്താണ്? മഹാഭാരതം മുഴുവൻ കേട്ടിട്ട്. അർജുനന്റെ മകന്റെ പേര് അഭിമന്യു. അഭിമന്യുവിന്റെ മകന്റെ പേരെന്താ? സുരേഷോ? ഭീഷ്മനോ? അഭിമന്യുവിന്റെ മകന്റെ പേര് ഭീഷ്മൻ. പരീക്ഷിത്ത് മഹാരാജ്. അഭിമന്യു മിനി രതീഷ്. അഭിമന്യുവിന്റെ മകന്റെ പേരാണ് പരീക്ഷിത്ത്. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ്. ഹലോ, പറയൂ മാതാജി. അതെ, ഗീതയല്ല ഭാഗവതാണ് അല്ലെ? ഓക്കെ, ഞാൻ നോട്ട് ചെയ്യാം മാതാജി. ഇപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കണം. അപ്പൊ അത് കഴിയുമ്പോ ഞാൻ ഓർഡർ മാറ്റി എഴുതിക്കൊള്ളാം. ശരി ശരി, നോക്കാം നോക്കാം. ഭഗവത്ഗീത അല്ല ഭാഗവതാണ് വേണ്ടതല്ലേ? ആയിക്കോട്ടെ, ചെയ്യാട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അത് ചെയ്തേക്കാം. ക്ലാസ് എടുക്കാണ്, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. അപ്പോ പരീക്ഷിത്ത് മഹാരാജാവായിരുന്നു എന്ന് ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മഹാഭാരതത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാണ്ഡവര് അവരുടെ മഹാപ്രസ്ഥാനമൊക്കെ സ്വീകരിച്ചതിന് ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് ആരായി തീർന്നു? രാജാവായിട്ട് തീർന്നു. അദ്ദേഹം പിന്നീട് ദിഗ്ജയം ചെയ്തിട്ട് ഇങ്ങനെ ദേശങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കല് കലി ശൂദ്ര രാജാവിന്റെ വേഷത്തില് ഒരു വൃഷഭ രൂപം. വൃഷഭം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൃഷഭം. വൃഷഭം എന്നാൽ എന്താണ്? വൃഷഭ രൂപത്തില്. വൃഷഭം എന്നാൽ എന്താ അർത്ഥം? കാള. വൃഷഭം എന്നാൽ കാള. ആരാ പറഞ്ഞത്? കവിത മാതാജി, രമണൻ. ഓക്കെ, വൃഷഭം എന്നാൽ കാള. പരീക്ഷിത്ത് മഹാരാജാവ് രാജാവായിരുന്ന കാലത്ത് വൃഷഭ രൂപത്തിൽ, കാളയുടെ രൂപത്തില് ആര് വന്നു? ശൂദ്ര രാജാവിന്റെ വേഷത്തില് കാളയുടെ രൂപത്തിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ധർമ്മത്തെ ഉപദ്രവിക്കുന്നത് കണ്ടു. ആരാണ്? കലി ഒരു കാളയുടെ രൂപത്തിൽ വന്നിട്ട് ധർമ്മത്തെ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു. പശു അല്ലാട്ടോ മാതാജി, കാളയാണേ. ആ വൃഷഭത്തിന്റെ ഭാര്യയായ ഭൂമിദേവി സമീപത്ത് നിന്നിട്ട് ഇങ്ങനെ വിലപിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ദിഗ്വിജയൊക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോ കലി ശൂദ്ര രാജാവിന്റെ വേഷത്തില് ധർമ്മത്തെ ഉപദ്രവിക്കുന്നത് കണ്ടു. മനസ്സിലായില്ലേ? ആ വൃഷഭത്തിന്റെ ഭാര്യയായ ഭൂമിദേവി സമീപത്ത് നിന്ന് ഇങ്ങനെ കരയാണ്. സത്യം, ദയ, തപസ്, ദാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 4 പാദങ്ങൾ ആ ധർമ്മ വൃഷഭത്തിന് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ശൂദ്ര രാജാവിന്റെ രൂപത്തിൽ വന്നിട്ട് വൃഷഭത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ ഭൂമിദേവി കരയാണ്. കാരണം എന്താ? ആ ധർമ്മ വൃഷഭത്തിന്, ആ കാളയ്ക്ക് എന്തുണ്ട്? 4 പാദങ്ങൾ ഉണ്ടായിരുന്നു. സത്യം, ദയ, തപസ്, ദാനം. മനസ്സിലായോ? കലി ശൂദ്ര രാജാവിന്റെ വേഷത്തില് വൃഷഭ രൂപം പൂണ്ട ധർമ്മത്തെ, കാളയുടെ രൂപത്തിലല്ല വന്നത്, വൃഷഭ രൂപം പൂണ്ട ധർമ്മമാണ് കാളയുടെ രൂപത്തിൽ വന്നത്. ഓക്കെ, ധർമ്മം കാളയുടെ രൂപത്തിൽ വന്നിട്ട് ശൂദ്ര രാജാവിന്റെ വേഷത്തിലാണ് കലി വന്നത്. പറഞ്ഞത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. കലി വന്നിരിക്കുന്നത് ശൂദ്ര രാജാവിന്റെ രൂപത്തില്. പരീക്ഷിത്ത് മഹാരാജാവ് രാജാവായിരിക്കുന്ന സമയത്ത് കലി വന്നത് ശൂദ്ര രാജാവിന്റെ രൂപത്തിൽ. എന്നിട്ട് ധർമ്മം വൃഷഭ രൂപം പൂണ്ട് നിൽക്കുകയാണ്. ധർമ്മം ആരായി നിൽക്കുകയാണ്? കാളയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. ആ ധർമ്മത്തിന്റെ ഭാര്യയാണ് ആര്? ഭൂമിദേവി. അപ്പൊ ആ കാളയായി നിൽക്കുന്ന ധർമ്മത്തെ കലി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂമിദേവി നിന്ന് കരയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ വൃഷഭത്തിന്, കാളയ്ക്ക്, ധർമ്മത്തിന് 4 പാദങ്ങളുണ്ട്. ആ 4 പാദങ്ങളാണ് സത്യം, ദയ, തപസ്, ദാനം. മനസ്സിലായോ? സത്യം, ദയ, തപസ്, ദാനം. ഇത് 4 പാദങ്ങളാണ്. അന്നേരം അതിൽ സത്യമൊഴിച്ചിട്ടുള്ള ആ 3 കാലുകളും കലി എന്ത് ചെയ്തു? മുറിച്ചു കളഞ്ഞു. സത്യമൊഴിച്ചിട്ടുള്ള കാളയ്ക്ക് 4 കാലുണ്ടല്ലോ,
ആ 4 കാലുകളെയാണ് നമ്മൾ എന്ത് പറയണത്? സത്യം, ദയ, തപസ്, ദാനം. കാള എന്ന് പറയുന്നത് ധർമ്മമാണ്, മനസ്സിലായില്ലേ? ആ ധർമ്മത്തിനെ ശൂദ്ര രാജാവിന്റെ വേഷത്തിൽ വന്ന കലി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാളയുടെ രൂപത്തിലാണ് ധർമ്മം നിൽക്കുന്നത്. ധർമ്മത്തിന്റെ ഭാര്യയാണ് ഭൂമിദേവി. ഭൂമിദേവി നിന്ന് കരയാണ് ഭർത്താവായിരിക്കുന്ന ധർമ്മത്തെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്. കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മത്തെ കലി ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്. ആ കാളയ്ക്ക് 4 കാലുണ്ട്, വൃഷഭത്തിന്. ആ 4 കാലുകളാണ് സത്യം, ദയ, തപസ്, ദാനം. അതിൽ സത്യം ഒഴിച്ചിട്ട് ദയ മുറിച്ചു കളഞ്ഞു കലി, തപസ് മുറിച്ചു കളഞ്ഞു, ദാനത്തെയും മുറിച്ചു കളഞ്ഞു. 4 കാലുകളും കലി മുറിച്ചു കളഞ്ഞു. എന്നിട്ടോ ശൂദ്ര രാജാവിന്റെ രൂപത്തിൽ വന്ന ആ കലിയെ ആര് കണ്ടു? പരീക്ഷിത്ത് മഹാരാജ് കണ്ടു. അദ്ദേഹത്തെ വധിക്കാൻ പോയി. പരീക്ഷിത്ത് മഹാരാജ് എന്ത് ചെയ്തു? വധിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ കലി എന്ത് ചെയ്തു? ഈ യുഗം ഈശ്വര നിശ്ചയം അനുസരിച്ച് എന്റെ അധീനതയിലുള്ളതാണെന്ന് പറഞ്ഞു. കലി പറഞ്ഞു പരീക്ഷിത്ത് മഹാരാജിനോട്, ഇവിടെ നോക്കൂ രാജാവേ, ഈ യുഗം ഈശ്വരന്റെ തീരുമാനം അനുസരിച്ച് കലിയായ എന്റെ അധീനതയിലുള്ളതാണ്. അതുകൊണ്ട് തനിക്ക് അധിവസിക്കുന്നതിന് അനുയോജ്യമായിരിക്കുന്ന ഇടം തരണമെന്ന് പരീക്ഷിത്ത് മഹാരാജിനോട് കലി ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ആണ് അങ്ങ് തരേണ്ടത് എന്ന് പറഞ്ഞു. കലിയുഗം എത്രത്തോളം നികൃഷ്ടമാണെങ്കിലും ശരി, എത്ര മോശമാണെങ്കിലും ശരി, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് അനായാസമായിട്ട് മുക്തി ലഭിക്കുമെന്ന് പരീക്ഷിത്ത് മഹാരാജിന് അറിയായിരുന്നു. കലിയുഗം വളരെ മോശമാണെങ്കിലും ഭഗവത് നാമ സങ്കീർത്തനം കൊണ്ട് കലിയുഗത്തിൽ ഒരു മുക്തി ലഭിക്കുമെന്ന് ആർക്കറിയാം? പരീക്ഷിത്ത് മഹാരാജിനറിയാം. അദ്ദേഹം എന്ത് ചെയ്ത്? കലിയെ വധിച്ചില്ല. അതറിയാവുന്നത് കൊണ്ട് കലിയെ അദ്ദേഹം വധിച്ചില്ല. മാത്രമല്ല, കലിക്ക് വസിക്കാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് 5 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു പരീക്ഷിത്ത് മഹാരാജ്. ഈ 5 സ്ഥാനങ്ങളിൽ മാത്രമേ കലി നീ വസിക്കാൻ പാടൂ എന്ന് ചട്ടം കെട്ടി പരീക്ഷിത്ത് മഹാരാജ്. പരീക്ഷിത്ത് മഹാരാജ് ആരാണ്? അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യുവിന്റെ മകനാണ് പരീക്ഷിത്ത് മഹാരാജ്. അതായത് അർജുനന്റെ പുത്രന്റെ പുത്രൻ. ക്ലിയർ? അർജുനന്റെ പുത്രനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജ് ഒരിക്കൽ ദിഗ്വിജയമെല്ലാം നേടിയതിനു ശേഷം രാജാവായിരിക്കുമ്പോ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശൂദ്ര രാജാവിന്റെ വേഷത്തിൽ വന്ന കലി എന്തു ചെയ്തു? കാളയുടെ രൂപത്തിൽ നിന്ന് ധർമ്മത്തെ ഉപദ്രവിച്ചു. കാളയ്ക്ക് 4 കാലുണ്ട്. സത്യം, ദയ, തപസ്, ദാനം, ഇങ്ങനെ 4 കാലുകളുള്ള കാളയെ ധർമ്മത്തെ ഉപദ്രവിച്ചു. കാള ധർമ്മമായിരുന്നു. ധർമ്മത്തിന്റെ ഭാര്യയാണ് ആര്? ഭൂമിദേവി. ഭർത്താവായ ധർമ്മത്തെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഭൂമിദേവി കരയുകയാണ് ഉണ്ടായത്. ഇത് കണ്ട പരീക്ഷിത്ത് മഹാരാജ് എന്ത് ചെയ്തു? നമ്മുടെ കലിയെ കൊല്ലാമെന്ന് കരുതി വന്നു. പക്ഷേ കലിയുഗം ആരുടെ? ഈശ്വരന്റെ തീരുമാനം അനുസരിച്ച് ഇത് കലിയുഗത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കിയ പരീക്ഷിത്ത് മഹാരാജ് എന്ത് ചെയ്തു? ഈശ്വരന്റെ നാമസങ്കീർത്തനത്തിലൂടെ കലിയുഗത്തെ മുക്തിയിലേക്ക് കൊണ്ടുവരാൻ, മുക്തി ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് ചെയ്തു? കലിയെ വധിച്ചില്ല. കലി എന്താ ചെയ്തത്? എനിക്ക് താമസിക്കാൻ 5 സ്ഥലങ്ങൾ വേണമെന്ന് പരീക്ഷിത്ത് മഹാരാജിനോട് ചോദിച്ചു. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനായ പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് ചെയ്തു? കലിക്ക് വസിക്കാൻ 5 സ്ഥാനങ്ങൾ കൊടുത്തു. അവിടെ മാത്രമേ നീ വസിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. പരീക്ഷിത്ത് മഹാരാജാവ് കലിക്ക് കൊടുത്ത ആ 5 സ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ചൂത്, ഹിംസ, മദ്യപാനം, വ്യഭിചാരം, സ്വർണം. ഈ 5 സ്ഥാനങ്ങളിൽ പോയി നീ ജീവിച്ചോളാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ചൂതുകളി, ഹിംസ, മദ്യപാനം, വ്യഭിചാരം, സ്വർണം. ഈ 5 കാര്യങ്ങളിൽ പോയിട്ട് നീ ജീവിച്ചോ കലി എന്ന് പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുടെ 5 ആവാസ സ്ഥാനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ കുറച്ചും കൂടെ നമ്മൾ ഈ 2025 നോക്കുകയാണെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിരിക്കുന്ന തത്വമാണ്. ക്ലിയർ? അപ്പോ അതുവരെയുള്ള കാര്യം മനസ്സിലായില്ലേ? കലിയുടെ ആ ഒരു സംഭവം മനസ്സിലായോ ഇല്ലേ? പറയൂ. ഈ കഥ മനസ്സിലായോ ഇല്ലേ? പക്കയായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? പരീക്ഷിത്ത് മഹാരാജ് ആരാണ്? അഭിമന്യു ആരാണ്? അർജുനൻ ആരാണ്? വൃഷഭം ആരാണ്? വൃഷഭമായിരിക്കുന്ന ധർമ്മം, ആ ധർമ്മത്തിന്റെ ഭാര്യ ആരാണ്? അവിടേക്ക് കലി എങ്ങനെയാണ് വന്നത്? കലിയെ എങ്ങനെ പരീക്ഷിത്ത് മഹാരാജ് കണ്ടു? അവർ തമ്മിൽ യുദ്ധം നടന്നോ? ആരാണ് കലിക്ക് വസിക്കാൻ 5 സ്ഥാനങ്ങൾ കൊടുത്തത്?
ആ ധർമ്മത്തിന്റെ 4 കാലുകൾ ഏതൊക്കെയാണ്? സത്യം, ദയ, തപസ്, ദാനം, അല്ലെ? അപ്പോ ആ 4 കാലുകൾ, 4 പാദങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജ് കലിക്ക് വസിക്കാൻ സ്ഥാനം കൊടുത്തത്? ആ 5 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അവിടെയാണ് കലി വസിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായോ കൃത്യമായിട്ട്? ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് അങ്ങനെ എടുത്തു പോകാൻ പറ്റൂ. മനസ്സിലായി? ഓക്കെ, സൂപ്പർ. അത്രയും കേട്ടാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ക്ലിയർ ആണ്? ഓക്കെ, സൂപ്പർ. ബാക്കി പോവാം. ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്, ഭയങ്കര ഒരു സർപ്രൈസ്. ക്ലാസിന്റെ അവസാനം ഞാൻ പറയും. അങ്ങനെ ശാസ്ത്രങ്ങളിൽ പുരുഷന്റെ 5 വ്യസനങ്ങളായിട്ട്, ശാസ്ത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ പുരുഷന്റെ 5 ദുഃഖങ്ങളായിട്ട് സ്ത്രീ സേവ അഥവാ പരസ്ത്രീ ആഗമനം, അതായത് മോശം പ്രവർത്തികൾ, മദ്യപാനം, ചൂതുകളി, നായാട്ട്, ധനം, അല്ലെ? ഇതൊക്കെയാണ് പുരുഷന്റെ 5 ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചവ്യസനങ്ങളെ, അതായത് ഈ 5 ദുഃഖങ്ങളെ നമ്മൾ എന്താ പറയാ? പഞ്ചവ്യസനങ്ങൾ എന്ന് പറയും. സ്ത്രീ സേവ അഥവാ പരസ്ത്രീഗമനം, മദ്യപാനം, ചൂതുകളി, നായാട്ട്, ധനം. ഇത് ഒരു പുരുഷന്റെ പഞ്ചദുഃഖങ്ങൾ അല്ലെങ്കിൽ പഞ്ചവ്യസനങ്ങൾ എന്ന് പറയും. ഈ കാര്യങ്ങളിൽ കലി വസിക്കുന്നുണ്ട്, ഇല്ലേ? സ്വർണം എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? ധനത്തെയും, സ്വർണം എന്ന് പറഞ്ഞാൽ പണം. നായാട്ട് എന്നതുകൊണ്ട് ഹിംസ. സ്വർണം എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? പണമാക്കി മാറ്റാൻ, അല്ലെ? പണത്തോടുള്ള ആസക്തി. നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസ, ഒന്നിനെ കൊല്ലുക എന്നുള്ളതാണ് നായാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും വിലയേറിയ ധനം എന്ന് പറയുന്നത് സ്വർണമാണ്. അതുപോലെ തന്നെ നായാട്ട് കൊണ്ട് ലക്ഷ്യമാക്കുന്ന എന്താണ്? ഏറ്റവും മോശമായിട്ടുള്ള ദുരിതം, അതായത് ഉപദ്രവം, ഹിംസ, അല്ലെ? ഇതിനെ മനഃശാസ്ത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സംഭവത്തെ എങ്ങനെയാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് ബന്ധപ്പെടുത്തിയത് നോക്കാം. ശാസ്ത്രങ്ങളിൽ മനുഷ്യന്റെ 6 വൈരികളുണ്ട്. ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ 6 ശത്രുക്കളുണ്ട്. പഞ്ചവ്യസനങ്ങൾ നമ്മൾ പഠിച്ചു, ഇല്ലേ? അതുപോലെ കലിയുടെ 4 പാദങ്ങൾ പഠിച്ചു. നോട്ട് ചെയ്ത് വെച്ചുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ. ഇനി നമുക്ക് 6 ശത്രുക്കളുണ്ട്. ശാസ്ത്രത്തിന്റെ ഭാവത്തിൽ പോവാണെങ്കിൽ നമുക്ക് 6 ശത്രുക്കൾ, 6 വൈരികളുണ്ട്. അതേതൊക്കെയാണ്? മോഹം, കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം. ഏതൊക്കെയാണ്? മോഹം, കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം. ഇതിനെയാണ് നമ്മൾ 6 വൈരികൾ അല്ലെങ്കിൽ 6 ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് അവന്റെ നാശത്തിന് കാരണമാകുന്ന വികാര വിചാരങ്ങളാണ്, അല്ലെ? ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ മോഹം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളർന്ന് 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 ആ മോഹം സഫലീകരിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. പിന്നീട് അത് കാമത്തിലേക്ക് മാറും മോഹം. ആ കാമം നടക്കാഞ്ഞാൽ അവന് ക്രോധം വരും, ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവന് പലതും നഷ്ടപ്പെടും, വേണമെന്നുള്ള ആഗ്രഹം വരും. അതൊരു വൈരാഗ്യമായി മാറി, അതൊരു മത്സര ബുദ്ധിയായി മാറി നാശത്തിൽ പോയി അവസാനിക്കും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു മനുഷ്യന്റെ എന്താണ്? 6 വൈരികളാണിത്. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താവുന്നു? അവന്റെ നാശത്തിന് കാരണമാകുന്നു. ഈ വികാര വിചാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. ഇതില് മോഹം തന്നെയാണ് 5 കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നത്. 6 വൈരികളുണ്ടെന്ന് പറഞ്ഞു. കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം. ഈ 5 കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നത് ആരാണ്? മോഹമാണ്. ഒരു സംഭവത്തോടുണ്ടാവുന്ന മോഹത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്കുണ്ടാകും. ദേഷ്യവും, വാശിയും, വെറുപ്പും, വൈരാഗ്യം, വിദ്വേഷവും, മത്സരബുദ്ധിയും എല്ലാം ഉണ്ടാവുന്നത്. നഷ്ടവും എല്ലാം സംഭവിക്കുന്നത് മോഹത്തിൽ നിന്നാണ്. മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ മോഹം എന്നതുകൊണ്ട് ആഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞാലും മോഹം എന്നാൽ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് അജ്ഞാനം, അറിവില്ലായ്മ. മനസ്സിലാവുന്നു? മോഹം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. ക്ലിയർ? മോഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അറിവില്ലായ്മ. അതുകൊണ്ടാണ് മോഹം സംഭവിക്കുന്നത്, അല്ലെ? തെറ്റായ അറിവ്, അജ്ഞാനം. ഇതാണ് മോഹം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ മോഹത്തിന്റെ പിന്നാലെ പോവും? ഒരിക്കലുമില്ല.
മോഹം, കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം. ഇതാണ് 6 വൈരികൾ ഒരു മനുഷ്യന്റെ. 5 വൈരികൾ, മോഹം ഒഴിച്ചുള്ള 5 വൈരികൾ ഉണ്ടാവുന്നത് എവിടുന്നാണ്? മോഹത്തിൽ നിന്നാണ്. ഈ മോഹത്തെ നമ്മൾ ആഗ്രഹം എന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മോഹത്തെ നമ്മൾ എന്തെന്ന് പറയണം? അജ്ഞാനം എന്ന് പറയണം, അറിവില്ലായ്മ എന്ന് പറയണം. ഈ അറിവില്ലായ്മയാണ് എന്ത് സംഭവിക്കുന്നത്? ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ മോഹത്തെ നമ്മൾ അജ്ഞാനം, തെറ്റായ അറിവ് എന്നാണ് പറയുന്നത്. വ്യാമോഹം എന്ന പദമായിരിക്കാം മലയാളത്തിൽ നമ്മൾ മോഹം എന്ന് പറയുന്നതിന്റെ ഏറെക്കുറെ അർത്ഥം, അല്ലെ? വ്യാമോഹം, അതായത് ആവശ്യമില്ലാത്തതിനോടുള്ള ആസക്തി, അതും വ്യാമോഹം തന്നെ. ഈ വ്യാമോഹം തന്നെയാണ് ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണമാകുന്നത്, അല്ലെ? മനുഷ്യന്റെ ചിന്തിക്കാനുള്ള ശക്തിയെ, അല്ലെങ്കിൽ ഒരു അറിവിനെ, ഒരു ജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നതെല്ലാം എന്താണ്? മോഹമാണ്. അത്ര നാളും നമുക്കുണ്ടായിരിക്കുന്ന സമസ്തമായിരിക്കുന്ന നല്ല ഗുണങ്ങളെ നശിപ്പിക്കുന്ന ഏക സാധനം എന്ന് പറയുന്നത് ഈ മോഹമാണ്. അഹത്തിന് അഥവാ ആത്മാവിന് വിരുദ്ധമായിട്ടുള്ള വികാരമാണ് മോഹം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന് ഒട്ടും ചേരാത്തൊരു വികാരമാണ് മോഹം. മനസ്സിലായില്ലേ? ഈ മോഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ എന്തൊരു സാധനത്തിനോടുള്ള മോഹവും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഈ മോഹം തന്നെയാണ് മനുഷ്യന്റെ നാശത്തിന് കാരണമാകുന്ന പാപത്തിന് ജന്മം നൽകുന്നത്. പുനർജന്മത്തിന് കാരണമായി തീരുന്നത് മോഹം തന്നെയാണ്. നമുക്കൊന്നിനോടും ഒരു ആസക്തിയില്ല, ആഗ്രഹങ്ങളില്ല എങ്കിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകും. ഒരു വെള്ളത്തിൽ ഒരു ഇലയിട്ടാൽ അത് ഇങ്ങനെ പോകുന്നത് പോലെ പോയി തീരുന്നത് പോലെ നമ്മൾ ജീവിച്ചു തീരും. അതല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം നശിച്ച് വീണ്ടും നമ്മൾ പുനർജന്മത്തിന് കാരണമാവും. അതുപോലെ തന്നെയാണ് പാപം. മോഹത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റുകൾ ചെയ്യുന്തോറും നമുക്ക് ആഗ്രഹങ്ങൾ കൂടി വരികയാണ്, ഇല്ലേ? ഓരോന്നിനോടുള്ള ആസക്തി കൂടി വരികയാണ്. മോഹത്തിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? മനുഷ്യന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്, അല്ലെ? ഓരോന്നിനോടും തോന്നുന്ന ആസക്തി കൊണ്ട് മനുഷ്യന്റെ മനസ്സിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവൻ വിഷയസുഖങ്ങളിൽ ആസക്തനായി തീരുകയാണ്. ഒരുപാട് ഈ ലോകത്ത് ഓരോരോ കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ആസക്തിപ്പെട്ട് അവൻ അവസാനം വിഷയസുഖങ്ങളിൽ ആസക്തിയോടുകൂടി ഇരിക്കുകയാണ്. ക്രമേണ അവന്റെ വിവേക വിചാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, മനുഷ്യന്റെ വിവേകം, ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് എന്തായിത്തീരുന്നു? മനുഷ്യൻ സുഖം ലഭിക്കാതെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ അലയാണ്. അലഞ്ഞ് അവസാനം അവൻ ഒന്നുമില്ലാത്തവനായിത്തീരും. സുഖം നൽകുന്നതിന് ദുഃഖസാധകമായി കാണും. എത്ര സുഖം കിട്ടിയാലും അത് പോരാ എന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്തയിലേക്ക് അവനെ കൊണ്ടുപോവാണ്. അങ്ങനെ സത്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യൻ എന്തായി കാണും? അസത്യമായി കാണും. അസത്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്തായിട്ട് കാണും? സത്യമായിട്ട് കാണും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മോഹം കൊണ്ടാണ്. ഈ മോഹത്തെ നമ്മൾ പിടിച്ചു കെട്ടണം. ഈ മോഹത്തിന്റെ പ്രേരണ കൊണ്ട് എന്താ സംഭവിക്കുക? മനുഷ്യൻ കാമത്തിനും ക്രോധത്തിനും ഒക്കെ അങ്ങനെയുള്ള വൃത്തികെട്ട ശക്തികൾക്കെല്ലാം അടിമപ്പെട്ട് കലിയുടെ ആവാസ സ്ഥാനങ്ങളെ പ്രാപിക്കാൻ വേണ്ടി ചെല്ലും. കലി ജീവിക്കുന്ന 5 കാര്യങ്ങളിലേക്ക് മനുഷ്യനെത്തും. ചൂത്, ഹിംസ, മദ്യപാനം, വ്യഭിചാരം, സ്വർണം. മോഹം കൂടി മനുഷ്യൻ കലിയുടെ 5 വാസസ്ഥാനങ്ങളിലേക്ക് എത്തും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോഹം തന്നെയാണ് കലി. ഈ 5 വാസസ്ഥാനങ്ങളിലും അടങ്ങിയിരിക്കുന്നത് എന്താണ്? മോഹമാണ്. ആ മോഹത്തിന്റെ പിന്നാലെ പോയാൽ ആ കലിയിലെ പിടിയിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ ആ വാസസ്ഥാനങ്ങളെല്ലാം കാമക്രോധാദികളാണ്. കലി വസിക്കുന്ന ആ വാസസ്ഥാനങ്ങളെല്ലാം തന്നെ കാമവും ക്രോധവും നിറഞ്ഞതാണ്. മോഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാമക്രോധാദികൾ, മോഹം കൊണ്ട് അതിൽ നിന്നുണ്ടാവുന്ന കാമവും ക്രോധവും ഒക്കെ കലിയുടെ ഏതേത് സ്ഥാനങ്ങളിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ? ആ കാമത്തിലും ക്രോധത്തിലൂടെ ഒക്കെ കലി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പൊ കാമം വന്നാൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യാ? വ്യഭിചാരം ചെയ്യും. അത് കലിയുടെ വാസസ്ഥാനമാണേ. ദേഷ്യം വന്നാൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യാ? കൊന്നുകളയും, അല്ലെ? അടിയും പിടിയും ബഹളവും ദേഹോപദ്രവവും ശാരീരിക ഉപദ്രവവും കൊല്ലലും ഒക്കെയാവും. അതിനെ നമ്മൾ നായാട്ടെന്ന് പറയും, അല്ലെ? നായാട്ടെന്ന് പറഞ്ഞാൽ ഹിംസയാണ്. ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവമാണ്. അപ്പോ കാമം വന്നാൽ വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് കടന്നു പോകും. ക്രോധം വന്നാൽ ഹിംസ, നായാട്ട്, ഉപദ്രവം, അതിലേക്ക് മനുഷ്യന്റെ മനസ്സ് കടന്നു പോകും. ഇനി ലോഭം വന്നാലോ? ആഗ്രഹം വന്നാൽ ധനത്തിന്റെ പിന്നാലെ മനുഷ്യനോടും, ഇല്ലേ? മതം, ആ ഒരു വികാരം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഉന്മത്താവസ്ഥ വേണം തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങോട്ടാ പോവുക? മദ്യപാനത്തിന്റെ പിന്നാലെ പോകും, അല്ലെ? മദ്യപാനത്തിലേക്ക് പോകും. അങ്ങനെ
മത്സര ബുദ്ധി വന്നു കഴിഞ്ഞാൽ എന്തായി? ചൂതുകളിയിലേക്ക് മാറി. പല പല തരത്തിലുള്ള ഓരോരോ കളികളുണ്ട് ഇല്ലേ? ഇപ്പോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ, അതിലേക്കൊക്കെ മനുഷ്യന്റെ മനസ്സ് കടന്നു പോകും. ചുരുക്കി പറഞ്ഞാൽ കലിയുടെ ആവാസ സ്ഥാനങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ചെന്ന് വീഴാൻ നിമിഷങ്ങൾ മതി എന്നർത്ഥം. ക്ലിയർ? ഷെയർ വളരെ കുറവാണ്, 188. മോശമല്ലേ? നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഒന്നും ഷെയർ ആയിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? പറയൂ. ഇഷ്ടപ്പെട്ടോ? ഉപകാരപ്രദമായോ? ഇങ്ങനെയുള്ള കാര്യം മുൻപേ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ 2 കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഞാനും ഈ ജോലിയും കാര്യങ്ങളായിട്ട് ഓടുന്നു, യാത്രകൾ അത് ഇത് അങ്ങനെ വരുമ്പോ ക്ലാസ്സുകൾ കുറെയൊക്കെ പെൻഡിങ് ആയി പോകും. അപ്പൊ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 വ്യത്യസ്തമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. 2 കാര്യങ്ങൾ. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറിയില്ലെങ്കിൽ പറയില്ല. ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചോളൂ കേട്ടോ. ഞാനൊന്ന് പുറത്ത് പോകണം, എനിക്ക് കുറച്ച് എണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഭഗവാന്റെ എണ്ണയൊക്കെ തീർന്നു. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ പോകും. എന്തായിരിക്കും നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങൾ? കഴിഞ്ഞു. ആർക്കും പറയാൻ പറ്റിയില്ല? അത് മോശമായിപ്പോയി. നമ്മൾ പഠിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്താ ഇന്ന് പഠിക്കുന്നത്? എന്താ നമ്മൾ പഠിക്കുന്നത്? രണ്ട് സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എഴുതിയെടുത്താണ് പഠിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്റെ കുറച്ച് ജോലി അതാണ്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തിട്ടാണ് ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നത്. ധർമ്മം അധർമ്മം അതൊക്കെ, പക്ഷെ 2 ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 2 ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. 2 ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന? 2 വ്യത്യസ്തമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ജീവിതവുമായി ബന്ധപ്പെട്ട 2 ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 2 കാര്യങ്ങൾ കലികാലത്ത് എങ്ങനെ, അങ്ങനെയല്ല, 2 ഗ്രന്ഥങ്ങൾ. അതിൽ ആധികാരികതയല്ല, 2 ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. ആ 2 ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്? ഇതെന്ത് ക്ലാസ്സാ? നമ്മൾ എന്താ? ഗീത. ഓക്കെ, പ്രതാപ് പ്രകാശ്, സൂപ്പർ. ഗീത. മഹാഭാരതം നമ്മൾ രാത്രിയല്ലേ എടുക്കുന്നത്. ഇപ്പോ ഗീതയുടെ ഒപ്പം നിങ്ങൾ ഒരു ഗ്രന്ഥം കൂടെ പഠിക്കുന്നുണ്ട്. ഗീതയുടെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. ഗീതാ ഭാഗവതം. ഗീതാ ഭാഗവതം അല്ല, ഞാൻ ഭാഗവത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രന്ഥവും കൂടെ നിങ്ങൾക്ക് ഞാൻ ഗീതയ്ക്കൊപ്പം എടുത്തു പോകുന്നുണ്ട്. ആഹാ, മഹാഭാരതം നമ്മൾ രാത്രിയിലെ ക്ലാസ് ആണ്. ഈ ഗീതയ്ക്കൊപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൂടെ എടുത്തു പോകുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കലിയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഗീതയും കൽക്കി പുരാണവും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ബിസി ആയി പോകുമ്പോൾ നമുക്ക് പലതും പെൻഡിങ് പോകും. അപ്പോൾ ഗീതയും കൽക്കി പുരാണവും കൂടെയാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹാപ്പി ആണോ? ഗീതാ ക്ലാസ് മാത്രമല്ല, ഗീതയും കൽക്കി പുരാണവും കൂടിയാണ്. അങ്ങനെ, അതായത് കലിയുഗത്തിൽ എങ്ങനെ ഗീത പ്രായോഗികമാക്കാം, അങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമല്ലേ കൽക്കി പുരാണം കേൾക്കാൻ? യഥാ യഥാ ഹി ധർമ്മസ്യ, ഭഗവാൻ വരും. അങ്ങനെ 2 ഗ്രന്ഥങ്ങളാണ് ദിവസവും നമ്മൾ ഗീത പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ പരീക്ഷത്ത് മഹാരാജൊക്കെ കയറി വന്നത്, കലിയൊക്കെ കയറി വന്നത്. ക്ലിയർ?
അത് രണ്ടും കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ ഗീത എടുത്തുകൊണ്ട്. കാരണം ഗീത മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ സമയവും ജോലിയും യാത്രയും അതിനനുവദിക്കില്ല. അപ്പോൾ ഗീതയും കൽക്കി പുരാണവും ചേർന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ മാക്സിമം രാത്രി ക്ലാസ് എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എന്തുണ്ടെങ്കിലും മഞ്ജരീസിന്റെ നമ്പറിൽ ദയവായി മെസ്സേജ് അയച്ചിടുക, ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ഒന്ന് പുറത്തു പോവാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പ്രേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നല്ലൊരു ദിവസമാവട്ടെ. ഹരേ കൃഷ്ണ.